ഗൈസ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. പഴയ സ്റ്റാൻഡിൽ നിന്നും കൃത്യം 10 മണിക്ക് പുറപ്പെടുന്ന ഗുണ്ടിൽപേട്ട ബസ്സിലെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. പുതിയ സർക്കാർ പദ്ധതിയായ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഉപയോഗിച്ച് ഗുണ്ടിൽപേട്ടയിലേക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും ഉള്ളത്. ഓണക്കാലം അടുത്തു വന്നതിനാൽ ഗുണ്ടിൽപേട്ടയിൽ വ്യാപകമായി പൂക്കൃഷി നടന്നു വരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയുമാണ് ധാരാളം ടൂറിസ്റ്റുകൾ വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും ഗുണ്ടിൽപേട്ടയിലേക്ക് എത്തിച്ചേരുന്നത്. ബത്തേരിയിൽ നിന്നും ഒരാൾക്ക് ഗുണ്ടിൽപേട്ടയിലേക്ക് വെറും 77 രൂപയാണ് ബസ് ചാർജായി വരുന്നത്. പ്രിയദർശിനി പദ്ധതിയിലൂടെ ബസ് ടിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്ന സ്ത്രീകൾ ഉച്ചഭക്ഷണവും കൂടി കയ്യിൽ കരുതിയാണ് ഗുണ്ടിൽപേട്ടയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒരു ബസ്സിലേക്കുള്ള യാത്രക്കാരെ പഴയ സ്റ്റാൻഡിൽ നിന്നും അത്രയും തന്നെ ആളുകളെ പുതിയ KSRTC സ്റ്റാൻഡിൽ നിന്നും എടുത്ത് നമ്മുടെ ബസ് യാത്ര തുടങ്ങി. മനോഹരമായ വയനാടൻ ഗ്രാമീണ കാഴ്ചകളും കണ്ട് നമ്മൾ കർണാടക ഫോറസ്റ്റിനകത്ത് കയറി. കർണാടക ഫോറസ്റ്റിനകത്ത് നമ്മളെ കാത്തിരുന്നത് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. റോഡ് അരികിലായി വളരെ വലിയൊരു മാൻകൂട്ടത്തെയും അതുപോലെ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു ഒറ്റയാനയും നമുക്ക് കാണാൻ പറ്റി. ഈ ആനയുടെ നടത്തം കാണുമ്പോൾ അതിന്റെ കാലിൽ എന്തോ പരിക്കുള്ളതായി തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കർണാടക ഫോറസ്റ്റ് അതിർത്തിയും കഴിഞ്ഞ് ഗുണ്ടിൽപേട്ടയിൽ എത്തി. നമ്മൾ ഇന്ന് പോകുന്നത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയാണ്. വയനാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഗുണ്ടിൽപേട്ട സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപ് പ്രധാനമായിട്ടും 2 സ്റ്റോപ്പുകളാണ് ഉള്ളത്. ടോൾ പ്ലാസക്ക് അടുത്തായിട്ടുള്ള 2ാമത്തെ സ്റ്റോപ്പിൽ നിർത്തിയാലാണ് നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് എത്താൻ പറ്റുക. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് മുന്തിരിത്തോട്ടത്തിലേക്കാണ്. ആദ്യത്തെ സ്റ്റോപ്പിനടുത്തായി ധാരാളം ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ധാരാളമായി കാണുന്നത് ചെണ്ടുമല്ലി, സൂര്യകാന്തി തുടങ്ങി പൂവുകളുടെ കൃഷിയാണ്. മുന്തിരിത്തോട്ടം നിങ്ങൾ മുന്തിരിത്തോട്ടം കണ്ടാ? അടിപൊളിയാ. ടോളിലാണ് നമ്മൾ ബസ് നിർത്തുക. നമ്മൾ ഇറങ്ങേണ്ടത് ടോളിലാണ്. ഇത് മുന്തിരിത്തോട്ടം കണ്ടു മടങ്ങുന്ന ടീംസാണ്. ഇവർ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങുന്നവര്. ആ പാടാതാ, ആ കാണുന്നതാ, ഇതാ കാണുന്നതാ മുന്തിരിത്തോട്ടം. ഇതാ ഈ കാണുന്നതൊക്കെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് 10 മണിന്റെ ബസ് കയറി വന്നതാണ്. പന്തലില്ലേ, അതാണ് മുന്തിരിത്തോട്ടം. ഇപ്പൊ പഴുത്ത് റെഡിയായി നിൽക്കുന്ന ടൈമാന്ന് തോന്നുന്നു. നിങ്ങളെവിടുന്നാ? വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ നല്ല കടികളൊക്കെ ഉണ്ട് കേട്ടോ. പാടത്തിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല കടികളൊക്കെ ഉണ്ട്. ഇവിടെ ടോളിൻ്റെ അടുത്ത് നമ്മളെ KSRTC ബസ്സുകളൊക്കെ നിർത്തും. അവിടെ നിർത്തിയിട്ട് ഒരു 200 മീറ്റർ മുന്നോട്ട് നടന്നല്ല ആ വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലം, ആ വണ്ടികൾ നിർത്തിയിടുന്ന ആ സ്ഥലത്ത് നിന്ന് നേരെ ഉള്ളിലേക്ക് പോവുക. അവിടെയാണ് നമ്മുടെ മുന്തിരിത്തോട്ടമൊക്കെ കിടക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം മുന്തിരിത്തോട്ടം. ആ കാണുന്നതാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ പന്തൽ. ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് ആളുകൾ. വീക്കെൻഡിലൊക്കെ നല്ല ആളുകളാണ്. ഇന്ന് വാഹനങ്ങളൊക്കെ കുറച്ച് കുറവാണ്. ഇവിടുന്ന് ലേഡീസൊക്കെ എന്താ പറയുക, മുക്കം, ഓമശ്ശേരി ആ ഭാഗത്തു നിന്നൊക്കെ ലേഡീസ് വരുന്നുണ്ട്. ഒരു ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് ഇവർ വരുന്നത്. ഇവിടെ വന്നപാട് ഫുഡ് അടിച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുക. ഇവിടെ സൂര്യകാന്തി വിളവെടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇവിടെ തന്നെ ചെണ്ടുമല്ലിയുടെ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂര്യകാന്തി കഴിക്കാൻ വേണ്ടി കിട്ടുമോ നോക്കാം. ആ കാണുന്നതാണ് നമ്മളെ മുന്തിരിത്തോട്ടം. ಇದು ಸೂರ್ಯಕಾಂತಿನೇ 2 ಚೆನ್ನಾಗಿದೆ. 2 ಇಡಬೇಕು. ಯಾಕೆ? ಸೂರ್ಯಕಾಂತಿ ಕೈಗೆ ಕಿಟ್ಟೋ 2 ಕಷ್ಟ ಚೆನ್ನಾಗಿರುತ್ತೆ ಕೊಡಿ. ಇದು ಡ್ರೈಯಾ ಇದಾട്ടോ. നല്ല ಇಷ್ಟು ಬೇಡ, നമുക്ക് ಸ್ವಲ್ಪ ಸಾಕು. ഇതാട്ടോ, ഇതാണ് നമ്മളെ സൂര്യകാന്തി. ഇതൊക്കെ കുറേ തൊഴിഞ്ഞ് വേണ്ടിട്ടോ. നല്ല ഡ്രൈ ആയിക്കില്ല. ഇത് നല്ല ഡ്രൈ അല്ല, ഉള്ളിലുള്ളത് പിന്നെ മോയ്സ്ചർ ഉണ്ട്. ഇതിനി ഉണങ്ങണോ? പിന്നെ
ಎರಡು ದಿನ 3 ದಿನ ಒಣಗಾಯಿತು. ಆಮೇಲೆ നമ്മൾ ಯಾವ್ದಾರು ಒಂದೇ ಚೆಟ್ಟಿ ಇಟ್ಟಿಟ್ಟು ಮೂರು ಇಟ್ಟಿಟ್ಟು ಇದ್ದೇನೆ ಇದು ಬರು. ಇದು ಈಗ ರೈಟ್ ಎಷ್ಟು? ಇದು 12 കുന്തല്ലോ 120 രൂപ kg 120 രൂപയാണ് കേട്ടോ. അതിന് ബീജ റേറ്റ് അല്ല ഇത് ഹൂവാ ബീജ് ബീജ റേറ്റ് സൂര്യകാന്തി സീഡുകളാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. സൂര്യകാന്തി ഉണ്ട്, തേനുണ്ട്, മുന്തിരിയുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്. നല്ല അടിപൊളി തോട്ടാണ്, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. മലയാളികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു തോട്ടത്തിലേക്ക്. പ്രധാനമായിട്ടും വരുന്നത് മുന്തിരിത്തോട്ടം കാണാനാണ്. മുന്തിരിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും. കാണുന്നതാണ് മുന്തിരിത്തോട്ടം. അതിലേക്ക് ഇവിടുന്ന് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എത്രയാണ് ഫീസ്? ഒരാൾക്ക് 25. വണ്ടികളൊക്കെ ഇതാ ഇങ്ങനെ ക്യൂ ആണ്. ട്രാവലറിലൊക്കെയാണ് കേട്ടോ ആളുകൾ വരുന്നത്. 50 രൂപയല്ലേ ചെറിയ എൻട്രി ഫീ ഉണ്ട്. ആൾക്ക് 25. ചെറിയ കുട്ടികൾക്ക് വേണ്ട. മുന്തിരിത്തോട്ടം അത് കഴിഞ്ഞ ബാക്കിൽ ഗാർഡൻ ഉണ്ട്. വേറെ തോട്ടങ്ങളാണ് മൊത്തം കറങ്ങി വന്ന്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കയറി കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് പറിച്ചെടുക്കുക. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇതാ ജെറി വേണേൽ പറിക്കുക, പേരക്ക വേണേൽ പറിക്കുക, നാരങ്ങ വേണേൽ പറിക്കുക, സീതാപ്പഴം വേണമെങ്കിൽ പറിക്കുക, പേരക്ക, മാങ്ങ എന്ന് പറയേണ്ട ഒരുപാട് ഐറ്റംസ് കൃഷിയുണ്ട്. ഞാവൽ എല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുന്തിരി നല്ലപോലെ പഴുത്തില്ലായിരുന്നു. ഇപ്പോൾ നല്ലപോലെ പഴുത്തുണ്ട് മുന്തിരി. നമുക്ക് മുന്തിരി പോയിട്ട് പറിക്കാം. ഇത് പേരക്കയാണ് കേട്ടോ, നമ്മളെ സ്ഥിരം കുറ്റി. പേരക്ക പഴുത്ത എങ്ങനെയാ? അത് അത്യാവശ്യം നല്ല മൂത്ത പേരക്ക. മധുരമുണ്ട് കേട്ടോ. ഇത് ചെറുനാരങ്ങ, മാങ്ങ. നമ്മൾ നേരെ വന്നത് ചെണ്ടുമല്ലിത്തോട്ടത്തിലാണ് കേട്ടോ. ഇതാ മുഴുവൻ ചെണ്ടുമല്ലിയാണ്. ഇതൊക്കെ ഓണത്തിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലിയായിരിക്കും. ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുക. അതുപോലെ ഇപ്പോൾ പ്രധാനമായിട്ട് പോകുന്നത് ഇതിൻ്റെ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മാരിഗോൾഡ്, അത് ഇതിന് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ്. അപ്പോൾ ഓയിലെടുക്കാൻ വേണ്ടിയിട്ട്, വാറ്റി ഓയിലെടുക്കാൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യാനാണ് ഇതിപ്പം മെയിനായിട്ട് പോകുന്നത്. ഓണത്തിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുക. അപ്പോൾ പിന്നെ വ്യാപകമായിട്ടുള്ള കൃഷി ഓണത്തിൻ്റെ ടൈമിലേക്ക് ഉണ്ടാവും. പിന്നെ തൊട്ടടുത്തായിട്ട് ഉള്ളി കൃഷിയുണ്ട്. ചെറിയുള്ളി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട. ഇതായി കാണുന്നതൊക്കെ ചെറിയുള്ളിയാണ്. ഈ കാണുന്നത് ചന്ദനത്തിൻ്റെ മരമാണ് കേട്ടോ. ഇത് മാതളത്തിൻ്റെ മരമാണ്. ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് നമ്മളെ പ്രധാനപ്പെട്ട മുന്തിരിത്തോട്ടം. പോയി നോക്കാം. ഇവിടെ ലൈവ് ഹണി ഉണ്ട് കേട്ടോ. ലൈവ് ഹണിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് ഇങ്ങനെ തന്നെ പറയണം. സൂര്യകാന്തി ഇവിടെ തന്നെ കിട്ടുള്ളൂ. ലോകത്തിൽ വേറെ എവിടെ ഈ തേന് കിട്ടില്ല. സൂര്യകാന്തിൻ്റെ സൂര്യകാന്തി സൺഫ്ലവർ ഹണിയാണ്. ഇതെങ്ങനെ റേറ്റ്? 1 കിലോന് 1000 രൂപ. കിലോ 1000. ഇത് 1/2 കിലോനാണ് 500 രൂപ. ഇത് 1/2 കിലോനാണ് 500. പിന്നെ ഇത് 250 രൂപ. ഇപ്പോൾ നമ്മളെ മുന്തിരിത്തോട്ടത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ ഇതൊന്നും മൂപ്പായില്ലായിരുന്നു, പച്ചമുന്തിരിയായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരുവിധം പഴുത്തുണ്ട്.
ഒരെണ്ണമൊക്കെ പറിച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾ മേലേക്കൊക്കെ ബലിയോറിലാക്കുന്ന ഇതിങ്ങനെ വെയിലോട്ട് ആക്കണം. നമ്മൾ വെള്ളം അടിക്കുന്ന സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടി വരും. വേറെ 6 പേരില്ല, നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ പോകും. നമ്മളിത് പൈപ്പ് കാര്യങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇവിടെ മെനക്കെടുന്നത്. നമ്മൾ നോക്കാൻ വേണ്ടിയല്ലേ. നമ്മൾ പറയാതെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അടിക്കാൻ ഒരു സൈഡിൽ നിൽക്കാൻ പറ്റുമോ? സംസാരിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കോളെ. എങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ തെറ്റെന്നല്ല ക്ഷമിക്കുമ്പോൾ ഞങ്ങളെന്താ തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറിക്കരുത് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ഫോട്ടോ എടുത്തോളെ. എന്ത് പറയാനാണ് സാറേ? പിന്നെ നമ്മളെ ഇവിടെ മോളെ മുறை ഇവിടെ നിർത്തിയിട്ട് ശമ്പളം കൊടുത്തിട്ട് നമ്മളെന്ന് നിർത്തുന്നത്, നമ്മൾ പറയാൻ വേണ്ടിയല്ല നിർത്തുന്നത്. പറിക്കരുത്. മുന്തിരി ഓണം കഴിഞ്ഞിട്ടാണ് വിളവെടുപ്പ് തുടങ്ങുന്നത്, 1 മാസം കഴിഞ്ഞിട്ട്. അതുവരെ പറിക്കരുത്. ഭയങ്കര പുളിയാണ്. ഇപ്പോൾ ഒന്ന് ആക്ഷൻ കാണിച്ച് ഇങ്ങനെ തൊടുന്ന രീതിയിൽ ഒന്ന് ആക്ഷൻ കാണിച്ച് ഫോട്ടോ എടുത്തോളേ. കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് ഊഞ്ഞലാടിട്ട് പൈപ്പ് ഇതൊക്കെ ചെടികൾ ഒടിച്ച് കളിയോ അതൊന്ന് നോക്കിക്കോളി. ഇപ്പോൾ 3.5 വർഷമായി. 4ാമത്തെ വളവാണ്. 4ാമത്തെ വളവ്. ഇതാ കുട്ടികളെ ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത്. ഇതാ ഇവിടെ മൈക്രോ ഇതുണ്ട്, ഇത് ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്ന പറയുന്നത്, വേറൊന്നുമല്ല. ഇവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. മുന്തിരിത്തോട്ടത്തിലെ തിരക്കാണ് നമ്മളീ കാണുന്നത്. ഓഹ്, ഒരു രക്ഷയില്ല. നമ്മൾ അന്ന് വരുമ്പോൾ ആകെ 2 ആളേനുള്ളൂ അല്ലേ? ഇപ്പോൾ തോട്ടം നിറയെ ആളുകളാണ്. എല്ലാവരും ഇടുന്നു. അങ്ങ് നടുക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇന്ന് നോക്കിയേ മുഴുവൻ ആളുകളാണ്. മുന്തിരി ഇവർ എത്ര ദിവസം ഇത് നിർത്താൻ പറ്റുമോ അത്രയും ഇവർക്ക് ലാഭം. ആളുകൾ കുറേ മുന്തിരി പറിച്ചു പോകുന്നുണ്ട്. അതായത് ഇവർക്ക് ഭയങ്കര അടിയാണ്. ഇപ്പോൾ ഒക്കെ മുന്തിരി പുളിയാണ്. കുറച്ച് കഴിഞ്ഞാലേ ഇത് മധുരം ആവുള്ളൂ. നല്ലോണം പഴുത്ത് കഴിഞ്ഞാലേ ഇത് നല്ല മധുരം വെക്കും. നല്ല അടിപൊളി തണുത്ത കാറ്റാണ് കേട്ടോ വരുന്നത്. ഇത് നോക്കിയേ, തോട്ടം നിറയെ ആളുകളാണ്. ഇതൊക്കെ ഓരോരുത്തർ കണ്ട് ഒരു അരമണിക്കൂറല്ല 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യും. അടുത്ത ടീംസ് വരും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ ചെണ്ടുമല്ലിൻ്റെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം വിളവെടുപ്പുകാരാ? സൂര്യകാന്തി വിളവെടുത്ത് ഇപ്പോൾ ചെണ്ടുമല്ലി അവിടെ നിങ്ങൾ തന്നെയല്ല പറിച്ചത്? ആ, ഇതാണ് വിളവെടുപ്പ് ടീംസ്. ഇതാണ് കേരള. ഇതാണ് പാകായതല്ലേ? അല്ല, കേരള പറയാൻ സമയത്ത് മഴ കൊണ്ടുപോവാ. മഴ കൊണ്ടുവരണോ? നിങ്ങൾക്ക് മഴ ಬೇಕು ಅಲ್ವಾ ಅಲ್ಲಿ? ಕೇರಳ ಮಳೆ ಜಾಸ್ತಿ, ಇಲ್ಲಿ ಮಳೆ ಕಮ್ಮಿ. അതാ ഇപ്പൊ വരുന്നുണ്ടല്ലോ, മൂടിയിട്ടുണ്ടല്ലോ. ഇതൊന്നും പെയ്യൂലേ? ഇല്ല. ഇതൊന്നും ഈ ഒരു കാർമേഘമൊന്നും പെയ്യൂല എന്ന് പറയുന്നത് കേട്ടോ. ഗുണ്ടിൽപേട്ട മൊത്തത്തിൽ മഴ വളരെ കുറവുള്ള ഏരിയ ആണ്. ഇവിടെ മഴ മൊത്തത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഇവര് ബോർവെല്ലടിച്ച് വെള്ളം, പിന്നെ മോട്ടർ, ബോർവെല്ലിൽ വെള്ളമില്ല. ആ, ಹೌದಾ? ಮತ್ತೆ ಇದಕ್ಕೆ എങ്ങനെ ഇനി വെള്ളം വേണ്ട? പിന്നെ വെള്ളം വേണല്ലേ? അപ്പോൾ ഇത് ഈ ഏരിയയിൽ വെള്ളം വളരെ കുറവാന്നാണ് പറയുന്നത്. മഴ പെയ്താല് വെള്ളം ആവൂലേ? മഴ പെയ്താവൂലേ? ഇന്ന് മഴ പെയ്തേ നാളെ വേറെ നല്ല പൂ വരും. ശരി. ആ, ഇതാ ഇലയെല്ലാം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് ഇലയൊക്കെ. നല്ല ഓണത്തിന് കിട്ടുമോ? പറിക്കാനുണ്ടാവോ ഓണത്തിന്? ഇത് കിട്ടൂല? ഉണ്ടോ? വേറെ നടുവോ? ഇത് എത്ര മാസം ഇതിന്റെ ടൈം? 3 മാസം. 3 മാസോ? 3 മാസം പണ്ടെങ്കിലേ ആദ്യം 2 മാസം നിൽക്കും. 3 മാസം പണ്ടെങ്കിൽ ആദ്യം 2 മാസം, മൊത്തം 5 മാസം. 5 മാസോ? ആ. 3 ആളെ പറിക്കാനുള്ളത്? നിങ്ങൾ ഇവിടെ സ്ഥിരം പണിയാണോ? ഇല്ല, വേറെ സ്ഥലത്ത് പോകല്ല?
ഇതെന്തിനു പോകുന്നതാ? പിന്നെ ഓയിൽ എടുക്കാൻ പോന്നോ? പെയിന്റിന് പോകുന്നതല്ല. ഈ കാണുന്നത് ഫസ്റ്റ് ബ്രാഞ്ച്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതാണ് ഫിഫ്ത്ത് ബ്രാഞ്ചാണിത്. അതിലാണ് മുന്തിരി കായ്ക്കുന്നത്. മുന്തിരിയുടെ മെയിൻ സ്റ്റെമ്മാണിത്. മെയിൻ സ്റ്റെമ്മെന്ന് പോകുന്ന ഫസ്റ്റ് ബ്രാഞ്ചാണിത്. അത് എല്ലാ മുന്തിരിവള്ളിയിലും നമുക്ക് എല്ലാ മുന്തിരിവള്ളിയിലും നമുക്കിത് കാണാം. ഒരു ഫസ്റ്റ് സ്റ്റെമ്മ് ഇത്, പിന്നൊരു രണ്ടായിട്ട് തിരിയുന്ന ഒരു ബ്രാഞ്ച്, പിന്നെ ഇത് സെക്കൻഡ് പോകുന്ന ഒരു ബ്രാഞ്ച്. ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ ഇവിടുന്ന് പോയിട്ട് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തിലൊക്കെയാണ് മുന്തിരി എന്താകുന്നത്, മുന്തിരി കായ്ക്കുന്നത്. ഈ ഫിഫ്ത്ത് ബ്രാഞ്ച് നമുക്ക് ഈ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ ഈ ഫിഫ്ത്ത് ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്യും. അതായത് ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ കവാത്തെടുക്കുക എന്ന് പറയും. ഈ ഒരു ഫിഫ്ത്ത് ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത വേറെ ബ്രാഞ്ചസ് ഇവിടെ നിന്നൊക്കെ വരും. ഈ കാണുന്നതൊക്കെ ഇതിൽ മുന്നേ കട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ഒരു മുന്തിരിയുടെ കൃഷി നടക്കുന്നത്. അപ്പോൾ ഇതിന് ഈ കവാത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞാൽ വീണ്ടും മുന്തിരി കായ്ക്കും. വർഷം ത്രൂ ഔട്ട് വിളവ് കിട്ടുന്നൊരു സംഭവമാണിത് മുന്തിരി. ഇത് ഫസ്റ്റ് ബ്രാഞ്ച്, മെയിൻ ബ്രാഞ്ച്. ഇത് എല്ലാം തിരിയുന്ന ഫസ്റ്റ് ബ്രാഞ്ച്. അവിടുന്ന് പോയിട്ട് സെക്കൻഡ് ബ്രാഞ്ചിൽ നിന്ന് പോയിട്ട് തേർഡിന്ന് ഫോർത്ത്. ഈ ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെയൊക്കെ ഫോർത്തിലും ഫിഫ്ത്തിലൊക്കെയാണ് എന്താകുന്നത് മുന്തിരി കായ്ക്കുന്നത്. ഇവിടെ കർണാടക സ്റ്റൈൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും ഒരുപാട് ഫുഡ് കൗണ്ടറുകളുണ്ട്. കർണാടക സ്റ്റൈൽ കുഷ്ക, ബിരിയാണി, ചിക്കൻ കബാബ്, ബീഫ് കബാബ് തുടങ്ങി ഒട്ടേറെ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ഫുഡ് കൗണ്ടറുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ഗുണ്ടിൽപേട്ട ടൗൺ എത്തുന്നതിന് മുൻപായിട്ടുള്ള മുബാറക് ഹോട്ടലിലെ വിഭവങ്ങൾ വളരെ രുചികരമാണ്.